ഹലോ കൂട്ടുകാരെ, ഡയറ്റ് എടുക്കുന്നവർക്കും വെയിറ്റ് ലോസിന് വേണ്ടിയുള്ളവർക്കും പെട്ടെന്ന് ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് ഹെൽത്തും സ്ട്രെങ്ത്തും കൂട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഓവർനൈറ്റ് ഓട്സാണ്. അപ്പോൾ നേരെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ പോകുന്നതിന് ആദ്യമേ തന്നെ ഒരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓട്സ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്, ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല. വെയിറ്റ് ലോസ് എടുക്കുന്നവർക്ക് ഒന്നുകൂടെ നല്ലത് റോൾഡ് ഓട്സ് ആയിരിക്കും. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് എടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ചിയാ സീഡും എടുക്കുന്നുണ്ട്. പിന്നെ തൈരാണ്, ഇവിടെ ഗ്രീക്ക് യോഗട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ നമ്മുടെ തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരം അനുസരിച്ച് തേൻ ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത്, ഒരു 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് സ്കിമ്മിഡ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ സ്കിമ്മിഡ് മിൽക്കും കൂടി ഉപയോഗിച്ചതിന് ശേഷം, നിങ്ങൾക്ക് സ്കിമ്മിഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നെയ്യൊക്കെ മാറ്റിയ പാലുണ്ടല്ലോ, അത് വേണമെങ്കിലും ഉപയോഗിക്കാം, കൊഴുപ്പ് കുറഞ്ഞ പാല്. അപ്പോൾ ഇത് രാത്രി ഉണ്ടാക്കി വെക്കേണ്ടതാണ്. അത് അടച്ചു വെച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം. രാത്രി മൊത്തം അത് വെക്കുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി. അപ്പോൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത ദിവസം രാവിലത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കറക്റ്റായിട്ട് അത് ചിയാ സീഡൊക്കെ നല്ല കുതിർത്ത്, ഓട്സൊക്കെ നല്ല കുതിർന്ന് നല്ലൊരു ക്രീമി പരുവായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓവർനൈറ്റ് ഓട്സ്. വേണമെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. ഇതിപ്പോൾ ആദ്യം പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സും ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ ചേർക്കാതെ തന്നെ ഒരു 250 കലോറി വരെ ഉണ്ടാകും. അതുമാത്രം കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കുറച്ച്, ഒരുപാട് ചേർക്കരുത്, കുറച്ച്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സ്ട്രോബെറിയും കുറച്ച് ഒരു പകുതി ആപ്പിളും ഒരു നുള്ള് പീനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത മുന്തിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ട് നമുക്ക് വെയിറ്റ് ലോസിനുള്ള ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കുക, കുട്ടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.